സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ജർമ്മനി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു വലിയ മതിൽ പണിതു, ബെർലിൻ മതിൽ. ഈസ്റ്റ് ജർമ്മനി, വെസ്റ്റ് ജർമ്മനി എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തു. ആ ഒരു കാലത്ത് ഒരു ദിവസം ഈ ഈസ്റ്റ് ജർമ്മനിക്കാർ ഒരു ട്രക്ക് നിറയെ ഗാർബേജ്, വേസ്റ്റ് അവർ വെസ്റ്റ് ജർമ്മനിയുടെ ഭാഗത്തേക്ക് തട്ടി. വെസ്റ്റ് ജർമ്മനിക്കാർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? 2 ലോഡെങ്കിലും തിരിച്ച് വേസ്റ്റ് കൊണ്ട് ഈസ്റ്റ് ജർമ്മനിയിൽ ഇടണം. പക്ഷെ അവരങ്ങനെ ചെയ്തില്ല. അവരൊരു സർപ്രൈസ് കൊടുത്തു. അവർ ഫുഡ് പ്രോഡക്ട്സ്, ക്യാൻഡ് ഫുഡ്സ്, പ്രൊവിഷണറീസൊക്കെ വളരെ ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് ഒരു ലോഡ് നിറയെ ഫുഡ് പ്രോഡക്ട്സ് അവർ ഈസ്റ്റ് ജർമ്മനിയുടെ ഭാഗത്ത് കൊണ്ട് വെച്ച് കൊടുത്തു. ആ പാക്കിങ്ങിന് മുകളിൽ അവരിങ്ങനെ ഒരു കുറിപ്പ് വെച്ചു: ഈച്ച് ഗീവ്സ് വാട്ട് ഈ ഹാസ്. ഓരോരുത്തരും അവർക്കുള്ളതല്ല കൊടുക്കുന്നത്. ഇൻ്റർനെറ്റിലൊരു സൈറ്റിൻ്റെ പേരിങ്ങനെയാണ് payback.com. നമ്മൾ മനുഷ്യർ എന്താണ്, ഒരാൾ നമുക്കൊരു പണി തന്നാൽ തിരിച്ച് അവനിട്ട് പണി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഇരട്ടി പണി കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഈ സൈറ്റിൽ പറയുന്നത് അങ്ങനെ പണി കൊടുത്ത ആൾക്കാരുടെ കഥകളാണ്. ഈ എങ്ങനെ റിട്ടാലിയേറ്റ് ചെയ്യണം, അതിനുള്ള പല രീതികളെക്കുറിച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള സൈറ്റാണ് ഈ payback.com. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ അത് തന്നെ പറയുന്നത്, പേ ബാക്ക്, തിരിച്ചു കൊടുക്കുക, ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുക. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. തിരിച്ചു കൊടുക്കേണ്ടത് തിന്മ കൊണ്ടല്ല, പേ ബാക്ക് വിത്ത് ഗുഡ്നെസ്, നന്മ കൊണ്ട് തിരിച്ചു കൊടുക്കണം.